പത്തനംതിട്ട ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം. ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനെ ഓഫീസ് മുറിയിൽ ഭീഷണിപ്പെടുത്തിയ കേസിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അടക്കം പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിലാണ് പ്രതിഷേധം. അഭിലാൽ സി കെ ചേരുന്നു വിവരങ്ങളുമായി. സി കെ അഭിലാൽ, ഗുഡ് മോർണിംഗ്. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? ഈ പ്രതിഷേധത്തിന് ആസ്പദമായ സംഭവം അത് എങ്ങനെയായിരുന്നു? കോഴഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ആശുപത്രിയിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ടുള്ള സജിനി വേലായുധനെതിരെ ആശുപത്രി സൂപ്രണ്ട് നിതീഷ് ഐസക് സാമുവേൽ നൽകിയ പരാതിയിൽ ആറന്മുള പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ രണ്ടാഴ്ച പിന്നിടുന്ന ഘട്ടത്തിലും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വിഷയവും അതോടൊപ്പം തന്നെ സജിനി വേലായുധനെതിരെ വകുപ്പ് തല നടപടി ഉണ്ടായിട്ടില്ല എന്നീ രണ്ട് വിഷയങ്ങൾ മുൻനിർത്തിയാണ് ഇന്ന് ഡോക്ടർമാർ KGMOA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ പ്രതിഷേധിച്ചത്. രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ സമരം ക്രമീകരിച്ചു എന്നുള്ളത് പ്രത്യേകത കൂടിയുണ്ട്. രാവിലെ 8:30-ക്കാണ് സമരം ആരംഭിച്ചത്. അരമണിക്കൂറിന് ശേഷം സമരം അവസാനിച്ചു. അതായത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൃത്യമായി ജോലി ചെയ്യുന്നില്ല എന്നും അതോടൊപ്പം തന്നെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട ഇരകൾക്ക് കൗൺസിലിംഗ് നൽകാനായി രക്ഷിതാക്കളെ കൂട്ടിയെത്തുമ്പോൾ അവർ നിലവിട്ട് പെരുമാറുകയും രക്ഷിതാക്കളോടക്കം തട്ടിക്കയറുകയും ചെയ്യുന്നു എന്നുള്ള വിവരം റിപ്പോർട്ടാക്കി DMO മുഖേന സൂപ്രണ്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് പരാതി നൽകിയിരുന്നു. ഒപ്പം തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള സജിനിയുടെ മാനസികാരോഗ്യം കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ഇതിനകത്തിൽ സൂചനയുണ്ടായിരുന്നു. ഇതാണ് പ്രകോപനത്തിന് കാരണം. സജിനിയും അവരുടെ ബന്ധുക്കളായ മറ്റ് 6ഓളം പേർ കൂടി ചേർന്ന് സൂപ്രണ്ടിനെ അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിലെത്തി ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഈ കേസിന് ആധാരമായ പരാതി. ശരി, സി കെ അഭിലാൽ.